വോയിസ് ഓവർ ചെയ്യാമെന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അയ്യോ അതിനൊരു കഴിവ് തന്നെ പറഞ്ഞു. ഈ ആൾക്കാരെ ബോറടിപ്പിക്കാതെ വള 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 എന്ന് സംസാരിക്കണ്ടേ. എന്നെ സംബന്ധിച്ച് ഈ മലയാളം എന്ന് പറയുന്ന ഭാഷ, ഞാൻ മലയാളിയാണെങ്കിലും എൻ്റെ നാവിൽ വഴങ്ങൂല, ചില സമയത്ത് വെള്ളി വരും. അതുപോലെ തന്നെ എങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് സെറ്റാവണില്ലെന്നേ. പിന്നെ കുറേ കാലത്ത് ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഞാൻ ആക്ച്വലി തുടങ്ങിയിട്ട് 2017 ടൈമിലെങ്ങാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. 2 വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതോടെ അത് നിർത്തി, നാട് വിട്ട് പോയി. കുറേ പരിപാടികൾ സ്റ്റോറികളൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കിൽ. പിന്നെ ലൈഫ് ഭയങ്കര വേറെ രീതിയിലൊക്കെ പോയി, അങ്ങനെയൊക്കെ ആയി ലാസ്റ്റ് വീണ്ടും എത്തിപ്പെട്ടു യൂട്യൂബിൽ. മുമ്പൊരു ചാനലും ഉണ്ടായിരുന്നു. കുറേ യൂട്യൂബിൽ എന്താ പറയുക, നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിംസ് ആൽബംസൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു നല്ലവനായ ഉണ്ണി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ട് അത് മുഞ്ചി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് വിട്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അവസ്ഥ ഇതാണ്. മല്ലിയില പുതിനയില സംഭവങ്ങൾ അത് ഇതൊക്കെ വറുത്ത് വെച്ച് ചോറിട്ട് വെക്കണ പരിപാടി അമ്മയുടെ സിമ്പിൾ പരിപാടി തന്നെ, വേറൊന്നുമില്ല. പക്ഷേ ഈ പുതിനയും സാധനം ഇത്തിരി കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ഉള്ളി ഇത്തിരി കരിഞ്ഞോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇത്രയും കരിവ് വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഈ കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ കഴിഞ്ഞേ ഉള്ളൂ, ബാക്കി ആരും. അത് ഞാൻ 150% ഉറപ്പിച്ച് പറയും. കാരണം എന്തുണ്ടാക്കിയാലും എന്തെങ്കിലും ഒരു ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മളാവും കുറ്റക്കാർ. ആ ഒരു മൈൻഡാണ് എൻ്റെ മാതാജിക്ക്. അങ്ങനെ ഫ്രൈഡ് റൈസ് നമ്മൾ സെറ്റായി. പുള്ളിക്കാരി നല്ല കഷ്ടപ്പെട്ട് തീയുടെ അടുപ്പിൻ്റെയും പുകയൊക്കെ ഏറ്റ് നല്ല ചിരിച്ച് സന്തോഷവതിയായി നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ തിളയ്ക്കണ കോഴിക്കറി കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ.